നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പിറന്നാളിനെ കുറിച്ചാണ്. ഒരു പിറന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, ആചരിക്കേണ്ടത്, അതിനെക്കുറിച്ച്. നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പിറന്നാൾ. അതുകൊണ്ടാണ് അത് ആഘോഷിക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നാം പിറന്നാളൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും ആഘോഷിക്കാറുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയാനായിട്ട് പോണത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കേക്ക് കട്ടിംഗ് ഒക്കെയാണ്. അത് നമ്മുടെ ഒരു സമ്പ്രദായമല്ല. അതിപ്പോൾ കേരളീയർ അല്ലെങ്കിൽ ഭാരതീയർ കൊണ്ടുവന്നിട്ടുള്ളതല്ല, പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം കുട്ടികളൊക്കെ പിറന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേക്ക് കട്ടിംഗ് ആണ് ഓർമ്മ വരിക. അപ്പോൾ ഈ കേക്ക് മുറിക്കുന്ന സമയത്ത് ഈ കേക്കിന്റെ മുകളിൽ പേരൊക്കെ എഴുതി വെക്കും. പേരൊക്കെ എഴുതിയിട്ട് അതിനെയാണ് മുറിക്കുന്നത്. അപ്പം നമ്മളെ തന്നെ മുറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കും, അത് ഊതിക്കെടുത്തുക ചെയ്യാം. അപ്പം വെളിച്ചം കെടുത്തുകയാണ്. അപ്പം മെഴുകുതിരി ആണെങ്കിലും നിലവിളക്കാണെങ്കിലും അത് വിളക്ക് എന്തിനാണ്? വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കെടുത്തിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ശുഭകാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും വിളക്ക് കെടുത്തില്ലല്ലോ, അണക്കില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം അത് ചെയ്യരുതെന്നൊന്നും ഞാൻ പറയണില്ല. എന്നിരുന്നാലും നമ്മൾ ഭാരതീയർ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായതുകൊണ്ട് കേരളീയ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് ഒരു പിറന്നാൾ ആഘോഷിക്കേണ്ടത്, അതിപ്പോൾ ചെറിയ ഒന്നാം പിറന്നാളാണെങ്കിലും എത്ര മുതിർന്നവർ പ്രായമായവരാണെങ്കിലും ഏത് രീതിയിലാണ് ഒരു പിറന്നാൾ നമുക്ക് ആഘോഷിക്കാനായിട്ട് സാധിക്കുക, അതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അലങ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടേ, നമ്മൾ എല്ലാ വർഷവും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഫാമിലിയുടെ വകയായിട്ട് ഗുരുവായൂരപ്പനെ ഓണക്കോടിയും വിഷുക്കോടിയൊക്കെ സമർപ്പിക്കാറുണ്ട്. ഇപ്പോൾ വിഷുവും കൂടെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്രാവശ്യം വിഷുക്കോടി സമർപ്പിക്കണില്ലേന്ന്. നമ്മൾ എല്ലാ വർഷവും സമർപ്പിക്കുമ്പോൾ അത് ഭഗവാൻ കാത്തിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യവും നമ്മൾ ഭഗവാനെ വിഷുക്കോടി സമർപ്പിക്കുന്നുണ്ട്. അപ്പം മുൻപ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്രാവശ്യവും നമ്മൾ വിഷുവിനെ ഭഗവാന് വിഷുക്കോടി സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് സമർപ്പിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. വിഷ്ണുവിൻ്റെ നമ്പർ ഒന്ന് പറയാം: 9846937939. ഇതിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്ക് കാരണം എടുക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നവർ, സമർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വിഷ്ണു പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കടക്കാം. നമ്മുടെ ഗുരുവായൂരപ്പനെന്നില്ലേ കാളിയമർദ്ദന നടനം ആടായിരുന്നു കേട്ടോ. ശ്രീലകത്ത് കാളിയൻ്റെ ആഭരണത്തിന് മുകളിലായിട്ട് കയറി നിന്നിട്ട് നൃത്തം ചെയ്യായിരുന്നു. ശരിക്കും ഇന്നലെ വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു അലങ്കാരം കൂടിയായിരുന്നു കാളിയമർദ്ദനം. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഭക്തരുടെ അടുത്ത് ഭഗവാൻ സമ്മതിക്കുന്നത് ഈ അലങ്കാരത്തിലൂടെയാണ്. അപ്പം അങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങൾ വന്ന് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് തോന്നുക. ഒപ്പം തന്നെ കാളിയമർദ്ദനം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മോശപ്പെട്ട ചിന്തകൾ, വികാരങ്ങൾ, അഹങ്കാരം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് കാളിയൻ്റെ മുകളിൽ, ആഭരണത്തിന് മുകളിൽ ചവിട്ടുന്നത് പോലെ നമ്മുടെ അഹങ്കാരത്തിന് മുകളിലൊക്കെ ചവിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണേ ഭഗവാനെ എന്നും കൂടെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. കാളിയൻ്റെ കാര്യം നോക്കൂ, എത്ര ദുഷ്ടനായിരുന്നു കാളിയൻ. എന്നിട്ടും ഭഗവാന്റെ ആ പൂ പോലെയുള്ള പാദങ്ങൾ, താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ, ഭഗവാന്റെ ഏറ്റവും മാധുര്യം പാദങ്ങൾക്കാണെന്ന് പറയാം. അത് കാളിയൻ്റെ ശിരസ്സിന് മുകളിൽ തൊടാനുള്ള ഭാഗ്യം കാളിയന് ലഭിച്ചു. അത്ര ദുഷ്ടനായിരുന്നിട്ട് കൂടി. അപ്പൊ എത്ര ദുഷ്ടനാണെങ്കിലും അവരെയൊക്കെ നന്നാക്കി എടുക്കാൻ നമ്മുടെ ഭഗവാൻ വിചാരിച്ചാൽ മതി. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇവരെയൊക്കെ നന്നാക്കി എടുക്കാനായിട്ടുള്ള അത്രയും പവറുള്ള ആളാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പൊ കാളിയന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത്, കാളിയനല്ല പ്രാർത്ഥിച്ചേ, കാളിയന് സ്വയം നന്നാവണം എന്നുള്ളത്. ആ ദുഷ്ടത്തരം കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് സഹിക്കവയ്യാതെയാണ് എല്ലാവരും ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞത്. അപ്പൊ ഭഗവാനാണ് ഇറങ്ങി തിരിച്ചത് കാളിയനെ നന്നാക്കാനായിട്ട്. അതിന്റെ ഫലം നോക്കൂ, കാളിയന്റെ അവിഷമെല്ലാം മാറിയിട്ട് മനസ്സിലുള്ള എല്ലാ ദുഷ്ടവിചാരങ്ങളും അഹങ്കാരവും ഒക്കെ അങ്ങോട്ട് ഭഗവാൻ മാറ്റിക്കൊടുത്തു. എന്നിട്ട് ഭഗവാന്റെ ഭക്തനാക്കി മാറ്റി.
ഇതെല്ലാം ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ എൻ്റെ കൂടെയുള്ള നമുക്ക് വേറെ ആരെങ്കിലും നന്നാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. വളരെ മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണെന്നൊക്കെ വിചാരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും. ശുപാർശയൊക്കെ ചെയ്യുന്നത് ഭഗവാന് വലിയ ഇഷ്ടമാണ്. അതാണ് ഭഗവതിയിലൂടെ ഭഗവാനിലേക്ക് എന്ന് പറയുമല്ലോ. ഭഗവതിമാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോലും അത് ഭഗവാനിലേക്ക് എത്തും. ഇപ്പൊ ഭഗവാനോടുള്ള പ്രാർത്ഥനകളാണെങ്കിൽ കൂടി നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതും ഭഗവാൻ കേൾക്കും. കാരണം ഒരാൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ നല്ല മനസ്സും ഭഗവാൻ കാണുമല്ലോ. അതുകൊണ്ട് നമുക്കും നല്ലത് വരും. ആ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും. അവരെയും ഭഗവാൻ നന്നാക്കിയെടുക്കും. അപ്പൊ അങ്ങനെയും കൂടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെയും കൂടെ ഒരു ചിന്ത ഈ ഒരു അലങ്കാരത്തിലൂടെ വരുന്നുണ്ട്. എത്ര ദുഷ്ടന്മാരാണെങ്കിലും അവരെയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് ഭഗവാന് സാധിക്കും. നമ്മൾ എന്താണ് വേണ്ടത്? നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരണേ ഭഗവാനെ, എല്ലാവരുടെയും മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണേ, എല്ലാവരുടെയും അഹങ്കാരങ്ങൾ മാറ്റിക്കൊടുക്കണേ, എൻ്റെയും അഹങ്കാരം മാറ്റിത്തരണേ, എൻ്റെയും മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണേ, നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ കാളിയമർദ്ദന അലങ്കാരം ആ ഒരു രൂപം മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് പറയാം. അപ്പൊ ആദ്യം ഒന്നാം പിറന്നാൾ എങ്ങനെ ആഘോഷിക്കണം എന്ന് പറയാം കേട്ടോ. അതേപോലെ തന്നെ എല്ലാം ആഘോഷിക്കണം എന്നാണ് പറയുക. അപ്പൊ ഒന്നാം പിറന്നാളിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ പിറന്നാൾ ഒക്കെ ആകുമ്പോഴേ പലരും ഇപ്പൊ ഗുരുവായൂരുള്ളവരാണെങ്കിലും പൊതുവെ എല്ലാവരും ഇപ്പൊ പ്രസാദകൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കാ പോകും. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ, പ്രസാദകൂട്ടം ഉണ്ടല്ലോ, ഭഗവാന്റെ നീതിയാണല്ലോ, അത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പായസം ചീട്ടാക്കുക, പ്രസാദകൂട്ട് കഴിക്കുക, അത് കുടിക്കുക. പിറന്നാൾ കഴിഞ്ഞു. അതാണ് പിറന്നാളിന്റെ ഒരുക്കങ്ങൾ. ഭഗവാനെ തൊഴുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. പ്രസാദകൂട്ട് നടത്താം, നമുക്ക് കഴിക്കുന്നതിലൊന്നും വിരോധമല്ല. ഇനിയിപ്പോൾ നടത്തണം, അതിലേക്കുള്ള കാശ് കൊടുക്കുക. പ്രസാദകൂട്ടോ അന്നദാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്കുള്ള ആ ഒരു കാശ് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഷീട്ടാക്കുക. എന്നിട്ട് നമ്മുടെ വീടുകളിലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് ചോറ്, കറികൾ, പായസം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ട് ഉണ്ണണം എന്നാണ് പറയാറുള്ളത്. അല്ലാതെ പ്രസാദകൂട്ടിൽ പങ്കെടുക്കുക എന്നല്ല കേട്ടോ പറയാ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ തന്നെ ഈ പിറന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് വിളക്കത്തിരിക്കണം, വിളക്കത്തുണ്ണണം എന്നാണ് പറയുക. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ്, ഭഗവാനോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം അന്ന് ഊണ് കഴിക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ട് കുളിച്ചിട്ട്, ഇപ്പോൾ കുട്ടികൾ ചെറിയ ഉണ്ണികളൊക്കെ ആയിരിക്കുമല്ലോ, 1 വയസ്സ് ഒന്നാമത്തെ പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം. അത് ശിവക്ഷേത്രത്തിലേക്ക് പോകുക. അപ്പോൾ 6 മാസം കഴിഞ്ഞ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ കയറാനായിട്ട് സാധിക്കും. ചോറൂണ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ പിറന്നാളിലാണ് മഹാദേവനെ കൊണ്ടുപോയിട്ട് കാണിക്കുക. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പിറന്നാളിനെ കാണിക്കാനായിട്ട് പാടുള്ളൂ 1 വർഷം ജനിച്ച് 1 വർഷമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പോകുക, വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കുട്ടികളെ ഒരുക്കണം നന്നായിട്ട്. അവരൊക്കെ രാവിലെ എനിക്ക് കുളിപ്പിച്ചിട്ട് ഭംഗിയായിട്ട് ഒരുക്കണം. എപ്രകാരമാണോ നമ്മുടെ യശോദാമ്മ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒരുക്കുന്നത് അതേപോലെ. അപ്പൊ ഈ മുണ്ട്, കസവ് മുണ്ടൊക്കെ ഉടുപ്പിക്കും. അന്നാണ് മുണ്ട് ഉടുപ്പിക്കുക. അതായത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ അരയിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക ചെയ്യുക. അപ്പൊ അന്നാണ് മുണ്ട് ഉടുപ്പിക്കുന്നത്. നല്ല ഭംഗിയുള്ള കസവ് മുണ്ട് ഉടുപ്പിക്കുക. അപ്പൊ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുക്കുക, വാലിട്ട് കണ്ണെഴുതി കൊടുക്കുക, പൊട്ടൊക്കെ തൊടിയിക്കുക, കുറിയൊക്കെ തൊട്ട് കൊടുക്കുക, ഭംഗിയായിട്ട് അലങ്കരിക്കുക അവരെന്നെ. കമ്മല് പെൺകുട്ടികളാണെങ്കിൽ കേട്ടോ, ആൺകുട്ടികളാണെങ്കിലും മാല, വള, തള അങ്ങനെയൊക്കെ അണിഞ്ഞു കൊടുക്കുക. സ്വർണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്വർണ്ണമുള്ളവർക്ക് ഓരോരുത്തരുടെ രീതികൾക്ക് അനുസരിച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? മുടി കെട്ടി കൊടുക്കണം അവർക്ക്. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഭഗവാൻ ഉണ്ടല്ലോ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ, ചെറിയ കൃഷ്ണൻ എങ്ങനെയാണ് മുടി കെട്ടുക? പീലി തിരുമുടി കെട്ടുമ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ച് കെട്ടി വെക്കില്ലേ? 1 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെ കെട്ടി വെക്കാനുള്ളതായിട്ടുണ്ടാവും. കുറച്ചൊക്കെ മുടി വളർന്നിട്ടുണ്ടായിരിക്കും. അതങ്ങനെ കെട്ടി വെച്ചിട്ട് കറുക ചൂടി കൊടുക്കും. ശരിക്കും ദശപുഷ്പങ്ങൾ എന്നാണ് പറയുക. അത് എല്ലായിടത്തൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. മുറ്റം ഉണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരായിരിക്കും. എന്നാലും എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പൊ സാധിക്കുന്നവരെ, നിർബന്ധമായിട്ടല്ല, എന്നാലും കറുകയെങ്കിലും ചൂടിക്കൊടുക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ കറുക ചൂടിക്കും നെറുകില്. എന്നിട്ടാണ് അവരതിനെ ഒരുക്കിയിട്ട് ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോകുക. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ വേഷം കെട്ടിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും ഉണ്ണുന്ന നേരത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുല്ലപ്പൂവൊക്കെ ചൂടി കൊടുക്കാം. ഇപ്പം ആൺകുട്ടികളാണെങ്കിലും അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. എന്തായാലും കുട്ടികളെ നന്നായിട്ട് ഒരുക്കിയിട്ട് വേണം ഈ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ എവിടേക്കും, അതായത് ഊണ് കഴിക്കുന്ന സമയത്താണെങ്കിലും. ഇനി ഊണ് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അതായത് വിളക്ക് കൊളുത്തി വെച്ചിട്ട് വേണം ഊണ് കഴിക്കാനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭഗവാനും നേദിക്കണം കേട്ടോ. ചിലർ അടുക്കളയിലായിരിക്കും ചെയ്യുക, ചിലപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ.
കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടിട്ട് വേണം വിളക്ക് വെക്കാനായിട്ട്. ഈ ഇലയുടെ നാക്ക് അവിടേക്ക് ആ വിളക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നാക്കില വെക്കാനായിട്ട്. ഒപ്പം ഭഗവാനും ഒരു ഇല വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഇല ഇടുന്നതിന് മുൻപായിട്ടേ ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ ഈ ഇല ഇങ്ങനെ ഇടും. കിഴക്കില ഇടാന്നൊക്കെ പറയും. അതായത് ഈ ഇലയുടെ അറ്റത്തുനിന്ന് ഇങ്ങനെ ചെറിയ ചീളുകൾ ഇങ്ങനെ ചീന്തി എടുത്തിട്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഒരു ത്രികോണം, പിന്നെ ഒരു ത്രികോണം തലതിരിച്ച് വെച്ച 6 മൂലകളുള്ള ഒരു നക്ഷത്രാകൃതി കിട്ടും. അതിന് മുകളിലാണ് ഇലയിടുക. ഇപ്പം അങ്ങനെ ചെയ്യാറിയാത്തവർ വെറുതെ ഇങ്ങനെ ചീന്തിയിട്ട് 2 കഷ്ണം വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യണം എന്ന് പറയാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഭഗവാനെ വിളമ്പുക, കുട്ടിക്ക് വിളമ്പുക, ഭഗവാനെ വിളമ്പുക, കുട്ടിക്ക് വിളമ്പുക. ചോറ് വിളമ്പണത് അമ്മയാണ്. പിന്നെ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും വിളമ്പി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുട്ടീനെ ഇരുത്തുക. പിന്നെ എന്ത് ചെയ്യണം, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇടതും വലതും ഒക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഇരിക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഏട്ടനോ അനിയനോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരേനെയൊക്കെ ഇരുത്തുക. ഇനിയിപ്പോൾ മൂത്ത കുട്ടിയാണെങ്കിൽ അവരൊന്നും ഉണ്ടാവില്ലല്ലോ. തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അവരേനെയൊക്കെ 2 വശത്തും ഇരിക്കുക. അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർ, ബന്ധുക്കളോ ആരെങ്കിലും, ഇപ്പോൾ അമ്മാവനോ അമ്മായിയോ അവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ എന്ന് പറയും. അമ്മാവനും അമ്മായിയൊക്കെ അവർക്കൊക്കെയാണ് പ്രധാനം. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇരുത്തുക. എന്നിട്ട് കുട്ടിക്ക് വിളമ്പി കൊടുക്കുക. എന്നിട്ട് കുട്ടി തനിയെ ഉണ്ണണം എന്നാണ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാ തനി ഉണ്ണവരുണ്ട് കേട്ടോ. ഭാഗ്യം ചെയ്ത അമ്മമാരെന്നാണ് ഞാൻ പറയുക. കാരണം എൻ്റെ ശുക്രനൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല മടിയാണ്. പക്ഷെ കുഞ്ഞാവ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിൽ വെക്കും. കഴിക്കല്ല, കുറച്ചൊരു സ്നേഹത്തോടെ ഭക്ഷണത്തിൻ്റെ അടുത്ത് പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ശുക്രനെ പോലെയല്ല. അപ്പോൾ കുട്ടികൾ തനിയെ കഴിക്കണം എന്നാണ് പറയുക. ഇവരുടെ കഴിപ്പ് എന്ന് പറയുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പപ്പടമൊക്കെ നന്നായി വെച്ച് കൊടുക്കണം. അതൊക്കെ അവർക്ക് പൊടിക്കാനുള്ളതാ, കഴിക്കാനുള്ളതല്ല. അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ളത് എല്ലാം കൂടെ ഒരു പരിവമാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ 1ഓ 2ഓ പറ്റി കഴിച്ചെങ്കിൽ അതായി, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ നിർബന്ധിച്ച് അയ്യോ അങ്ങനെ ചെയ്യലുണ്ണി ഇങ്ങനെ ചെയ്യലുണ്ണി അങ്ങനെയല്ല. അവർക്കത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. ചിലപ്പോൾ ആ മുണ്ടൊന്നും കാണാനേ ഉണ്ടായിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ നിറയെ എല്ലാം വാരി വെതറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വിളമ്പി കൊടുത്തിട്ട് അടുത്ത ഒരു തവണ കൂടെ വിളമ്പി കൊടുക്കണം. 2ാമത്തെ തവണയും കൂടി ഭക്ഷണം വാങ്ങി കഴിക്കൂലോ ചിലർ. അങ്ങനെയും കൂടെ വിളമ്പിയിട്ട് വേണം അവരെ അവിടെ നിന്ന് എണീപ്പിക്കാനായിട്ട്. പായസവും എല്ലാം വിളമ്പി കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ അവരിനെയൊക്കെ വൃത്തിയാക്കിയിട്ട്, അതായത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ എന്തായാലും വൃത്തിയാക്കണമല്ലോ. ആ രീതിയിലായിട്ടുണ്ടാവും അവർ. അങ്ങനെ വൃത്തിയാക്കിയിട്ട് അതിലേക്ക് 8 കഷ്ണാക്കിയിട്ട് ചീന്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാം. ചിലപ്പോൾ കുറച്ച് താമസിച്ചിട്ടൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കൂല. അവർക്ക് കുറുക്കോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കാട്ടോ. ഈ ഊണ് കഴിക്കുന്നത് വരെ അവർക്ക് വേറെ ഒന്നും കൊടുക്കാതിരിക്കൊന്നും വേണ്ട. സാധാരണ പോലെ അവരുടെ ഭക്ഷണം കൊടുക്കാം. ഊണിൻ്റെ സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും കാര്യമായിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അവർക്ക് എന്താണോ അവർ കഴിക്കുന്ന ഭക്ഷണം അത് കൊടുക്കാം. പിന്നെ ഭഗവാനെ നേദിക്കണം എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ കുട്ടിയും ഭഗവാനും ഒരുമിച്ചിരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുക. ഭഗവാന്റെ ഒപ്പം ഇരുന്നിട്ടായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. അതാണ് വിളക്ക് കൊളുത്തി വെച്ചിട്ട് വിളക്കത്ത് ഊണ് കഴിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയണത്. വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഭഗവാന്റെ കൂടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ അത് എല്ലാ ദിവസവും അങ്ങനെ കഴിക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നൽകണം കുട്ടിക്ക്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് അവിടെ വരുന്നത് കേട്ടോ. പിന്നെ ഭഗവാനും നല്ല സന്തോഷമല്ലേ പിറന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട്. ഭഗവാന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ കഥകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇല്ലാത്ത പിറന്നാൾ ഉണ്ടാക്കി ആഘോഷിച്ച ആളാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ ഭഗവാന്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ പിറന്നാളും ആഘോഷിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. ആഘോഷങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ഗുരുവായൂരപ്പന് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ വന്നിട്ട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭഗവാനെ നേദിച്ചതുണ്ടായിരിക്കും അവിടെ. അത് ആർക്കെങ്കിലും, മുതിർന്നവർക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. അതിൻ്റെ കൂടെ കുറച്ചുകൊണ്ട് ഭക്ഷണം ഇട്ടിട്ട് അത് കഴിക്കാം. അല്ലെങ്കിൽ അത് പ്രസാദമായിട്ട് അവിടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഭഗവാനെ നേദിച്ചത് പ്രസാദമാണല്ലോ. അങ്ങനെയാണ് ഊണ് കഴിക്കേണ്ടത്. അപ്പോൾ സമൃദ്ധിയായിട്ട് വേണം അന്ന് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ അത് പ്രത്യേകം പറയേണ്ട കാര്യം, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടോ ഒരുപാട് വിഭവങ്ങൾ വേണമെന്നല്ല. നമ്മളത് ഒരുക്കാനായിട്ട് ശ്രമിക്കുക. പ്രസാദോട്ടിൽ പോയിട്ട് പങ്കെടുത്തിട്ട് അത് അവിടെ അവസാനിപ്പിക്കുകയല്ല. നമ്മുടെ ഭാഗത്തു നിന്ന് വിളക്കത്ത് വെച്ചിട്ട് ഊണ് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഓർഡർ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും, സദ്യ നേരമില്ലാത്തവരുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മളത് ഉണ്ണാനുള്ള, അല്ലെങ്കിൽ കുഞ്ഞിന് കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവരാണെങ്കിലും എത്ര പ്രായമായവരാണെങ്കിലും ഇതേമാതിരിയാണ് പിറന്നാൾ ആഘോഷിക്കേണ്ടത്. പിന്നെ ചിലയിടത്ത് ഈ ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ സപ്താഹമൊക്കെ നടത്തും ഈ പിറന്നാളിൻ്റെ അന്ന്. അപ്പോൾ എന്തായാലും സപ്താഹം നടത്തുന്നവരുണ്ടായിരിക്കും. ഭഗവാന്റെ കഥകൾ കാര്യങ്ങളൊക്കെയാണ് പറയുക. അവർക്ക് ഭക്ഷണം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയും ചിലരൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
പിന്നെ അത് കൂടാതെ നമ്മുടെ വീടുകളിലും ഇപ്പോൾ വായനയ്ക്കായിട്ട് കൊണ്ടുവരാം, ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാം, വായിക്കാം. നമുക്കറിയാമെങ്കിൽ നമുക്കും വായിക്കാം. പൃഥുചരിതമൊക്കെയാണ് അന്ന് വായിക്കാം. കാരണം പൃഥു മഹാരാജാവ് ജീവിച്ചു മരിച്ചതുപോലെ വേണം ഉണ്ടാകാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ വായിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ പിറന്നാളൊക്കെ ആണെങ്കിൽ അവതാരം അതൊക്കെ വായിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ പിറന്നാളിൻ്റെ സമയത്ത് കുട്ടിയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് മാത്രമല്ല, നമുക്ക് ആർക്കൊക്കെ ഭക്ഷണം ദാനമായിട്ട് നൽകാനായിട്ട് സാധിക്കുമോ അവർക്കൊക്കെ കൊടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. ഇപ്പം എത്രയോ അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്, ഭക്ഷണം കഴിക്കാനൊന്നും നിവൃത്തിയില്ലാത്തവരുണ്ട്, അവർക്ക് ആരും കൊണ്ടുപോയി കൊടുക്കാത്തവരുണ്ട്. അവർക്കൊക്കെ കൊടുക്കുക. ഈ വഴിയരികിലൊക്കെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ പറയണത് ദാനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കേട്ടോ. അനാഥാലയങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, വൃദ്ധസദനങ്ങളിലൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ വലിയ പുണ്യമാണ്. പ്രത്യേകിച്ച് അവിടെയുള്ള കുട്ടികൾക്കൊന്നും അവർക്ക് പാരൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, അവിടെ പോയിട്ട് ആഘോഷിക്കണം എന്നല്ല കേട്ടോ പറയണേ. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുട്ടികൾക്ക് സങ്കടം വരും. അയ്യോ, ഞങ്ങൾക്ക് ഒരു അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ആഘോഷിക്കായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു സങ്കടമാവും. അപ്പൊ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ പിറന്നാളിന് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പിറന്നാളിന് അവർക്കും കൂടെ ഭക്ഷണം കഴിക്കാവുന്ന ഒരുക്കങ്ങൾ നമ്മളത് സജ്ജീകരിച്ചു കൊടുക്കുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഭക്ഷണം ദാനമായിട്ട് കൊടുക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ പിറന്നാളിന് മാത്രമല്ല വിവാഹങ്ങൾക്ക് അങ്ങനെയും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ആരുമില്ലാത്തവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം നൽകണം എന്നാണ് പറയുക, എന്തെങ്കിലുമൊക്കെ അവരുടെ വിശപ്പടക്കാനായിട്ട്. കാരണം ഭക്ഷണത്തിനേക്കാൾ ഏറ്റവും അന്നത്തിനേക്കാൾ വലിയ ദാനം ഇല്ല എന്നല്ലേ പറയാം, അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം. അപ്പോൾ അതൊക്കെ കൊടുക്കുക. വസ്ത്രം കൊടുക്കുക. ഇപ്പോൾ മാറാനായിട്ടില്ലാത്തവർക്ക് പുതിയ വസ്ത്രങ്ങൾ കോടിയൊക്കെ വാങ്ങി കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ദക്ഷിണ കൊടുക്കാം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ മേൽശാന്തി അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കാം. പിന്നെ എന്താണ്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ വഴിപാടുകളൊക്കെ ചെയ്യാം. പാൽപ്പായസമൊക്കെയാണ്. ഇപ്പോൾ നാളും ഒരു അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിറന്നാളിന് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഏതാന്ന്. പാൽപ്പായസം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പാൽപ്പായസം. നെയ്യ് വിളക്കതൊക്കെ ഷീട്ടാക്കാട്ടോ, എന്നാലും പാൽപ്പായസമൊക്കെ ഷീട്ടാക്കുക. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഷീട്ടാക്കി മേടിക്കുക, കുറച്ച് ഭഗവാനും കൊടുക്കുക. ഭഗവാനെ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ് കേട്ടോ, വയറ് നിറച്ച് പാൽപ്പായസം കുടിച്ചോളൂ കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട് വേണം പാൽപ്പായസം ഷീട്ടാക്കാനായിട്ട്. എന്നിട്ട് നമ്മളല്ലെങ്കിൽ നമ്മൾ ഷീട്ടാക്കി നമ്മളിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരികയല്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വേറെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. പാൽപ്പായസമൊക്കെ ഷീട്ടാക്കാം. വേറെ എന്തൊക്കെ വഴിപാടുകളാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണത് അതൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പാൽപ്പായസം ഷീട്ടാക്കിക്കോളൂ പിറന്നാളിൻ്റെ അന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് പിറന്നാളിൻ്റെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനായിട്ട് സാധിക്കണോ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കണോ അതൊക്കെ ചെയ്യാം. അതിൻ്റെ എല്ലാം അനുഗ്രഹം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആരാണോ പിറന്നാളുകാരൻ അല്ലെങ്കിൽ പിറന്നാളുകാരി അവർക്കുണ്ടാകുന്നതാണ് പറയുക. പിന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ മാക്സിമം ശുണ്ഠി പിടിപ്പിക്കാതെ നോക്കുക. കാരണം വാശിക്കാരൊക്കെ ആയിരിക്കും, പിറന്നാളിൻ്റെ അന്ന് ചിലപ്പോൾ ഇതുവരെ കാണാത്ത വാശിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അവരെ അധികം സങ്കടപ്പെടുത്താതെ ദേഷ്യപ്പെടുത്താതെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അമ്മമാർ എന്തെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ നന്മ അതെല്ലാം ഭഗവാൻ കാണും. ആ കുഞ്ഞിൻ്റെ സന്തോഷം വേറൊരു കുട്ടിക്കും കൂടെ സന്തോഷമായിട്ട് വന്നല്ലോ, ആ കുട്ടീനെയും കൂടെ സന്തോഷപ്പെടുത്തിയല്ലോ, അപ്പം അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കും. അത് നമുക്കറിയില്ല, പക്ഷെ ഭഗവാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ പുണ്യമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അപ്പോൾ പെരുന്നാളൊക്കെ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി പിറന്നാൾ വരാൻ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പിറന്നാൾ കഴിഞ്ഞവരുണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞവർ അടുത്ത പിറന്നാളിന് ഈ പ്രകാരമൊക്കെ ആഘോഷിക്കുക. വീട്ടിൽ ഇനിയും പിറന്നാൾ വരുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആഘോഷിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതികൾ നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക്. ഇപ്പോൾ പലരും ഫോണിലൂടെ ടി വിയിലൂടെ ഒക്കെ കാണുന്നത് പുറമേയുള്ള സംസ്കാരങ്ങളാണ്, അതാണ് ഇപ്പോൾ അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലും അതെ കേട്ടോ, ശുക്രനും അതെ കേക്ക് കട്ട് ചെയ്യണം അമ്മ പിറന്നാളാകുമ്പോൾ എന്ന് പറയും. കുഞ്ഞാവിടെ പിറന്നാളിന് കേക്ക് കട്ട് ചെയ്യണില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അവരതും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും, അല്ലാണ്ട് പേരെഴുതുക അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാറുണ്ട്, ഒപ്പം ഇപ്രകാരം പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. അപ്പം നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ അവരത് പ്രവർത്തിക്കുള്ളൂ, അവരുടെ അടുത്ത തലമുറയിലേക്കും അവരത് കൈമാറ്റം ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു അറിയിപ്പ്, ഈ ഏപ്രിൽ 2, 3 തീയതികളിലായിട്ട് ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കും. കാരണം ശുദ്ധി ചടങ്ങുകളൊക്കെ നടത്തുകയാണ്.
2-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല കേട്ടോ. അത്താഴപൂജയ്ക്ക് ശേഷമാണ് പിന്നെ ഉണ്ടായിരിക്കുക. പിന്നെ 3-ാം തീയതി ഭഗവാന് ശുദ്ധി ചടങ്ങുകൾ തന്നെയാണ്. 4ഉം 5ഉം 6ഉം ഉപദേവതകൾക്കാണ് ശുദ്ധി ചടങ്ങുകളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒരു അറിയിപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അലങ്കാരവും, അതായത് ഇന്നത്തെ അലങ്കാരവും പുതിയ പുതിയ അറിവുകളും ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടികളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.